കൂട്ടുനിൽക്കൽ, സത്യത്തിന് വിലയില്ലായ്മ എന്നിവ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇവയെല്ലാം നമുക്ക് വളരെയധികം വേദന ഉളവാക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഒരുപക്ഷെ ഒരു മദ്യപാനിയായ വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ താങ്കൾ ഒരു ദേശത്തിനും ഭവനത്തിനും ഭാരമായ ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ നിങ്ങളോട് ഞങ്ങൾ ഒരു സന്തോഷ വാർത്ത പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ലോകം സ്നേഹം തരുമോ എന്ന് ചോദിച്ചാൽ ഈ ലോകം സ്നേഹം തരും. ഈ ലോകം സന്തോഷം തരുമോ എന്ന് ചോദിച്ചാൽ ഈ ലോകം സന്തോഷം തരും. എന്നാൽ ഈ ലോകം സമാധാനം തരുമോ എന്ന് ചോദിച്ചാൽ ഈ ലോകം സമാധാനം നൽകി തരും. എന്നാൽ അതെല്ലാം വളരെ ക്ഷണികമായ സ്നേഹവും ക്ഷണികമായ സന്തോഷമാണ്. ഈ ലോകം നിങ്ങളെ സ്നേഹിക്കും, ശരിയാണ്. എന്നാൽ നിങ്ങൾ നിന്ന് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും ഈ ലോകം നിങ്ങളെ സ്നേഹിക്കുന്നത്. ഈ ലോകം നിങ്ങൾക്ക് സമാധാനം തരും, ശരിയാണ്. എന്നാൽ നിങ്ങൾ മറുഭാഗത്ത് അസമാധാനത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ നമ്മുടെ തരും. ഈ ലോകം നിങ്ങൾക്ക് ആശ്വാസം നൽകി തരും, മറുഭാഗത്ത് നിങ്ങളെ വേദനിപ്പിക്കുന്നൊക്കെ നമ്മുടെ തരും. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു നിത്യമായ സന്തോഷത്തെ, ഒരു നിത്യമായ സ്നേഹത്തെ ഞങ്ങൾ നിങ്ങളോട് പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നേരത്തെ തന്നെ ആവർത്തിച്ചിരുന്നുള്ളൂ, സ്നേഹത്തിന്റെ മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകം സ്നേഹിക്കുമ്പോൾ ജാതിയും മതവും വർണ്ണവും വർഗവും എടുത്ത് സ്നേഹിക്കുമ്പോൾ ഒരാളെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അത് ജാതിയോ മതമോ വർണ്ണമോ വർഗമോ നോക്കി സ്നേഹിക്കാതെ എല്ലാം മറന്ന് സ്നേഹിച്ച ഒരുവനെ അത്ര ഞങ്ങൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അവന്റെ പേരെത്ര? കർത്താവായ യേശു ക്രിസ്തു. ഈ ലോകത്തില് ഈ സമാധാനത്തിന് വേണ്ടി മനുഷ്യർ പല വിധത്തിലുള്ള വഴികൾ തേടി പോകുന്നു. പലരും സമാധാനം കെട്ടുപോയിട്ട് ആത്മഹത്യ എന്നൊരു മാർഗത്തിലേക്ക് പലരും കടന്നുകൊണ്ടിരിക്കുകയാണ്. അനേക യുവതലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. അനേക ഭവനങ്ങൾ താറുമാറായിക്കൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം മൂല കാരണം എന്ന് പറയുന്നത് ജനത്തിന്റെ നടുവിൽ സമാധാനമില്ല, ജനത്തിന്റെ നടുവിൽ സന്തോഷമില്ല. സമാധാനത്തിന്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അല്പനേരത്തെ സമാധാനത്തിന് വേണ്ടി മനുഷ്യർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, മദ്യം ഉപയോഗിക്കുന്നു, ചിലർ പല വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു. എന്നാൽ അതിലൊന്നും പൂർണ്ണമായ സമാധാനം കിട്ടാതെ ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്ന സത്യവേല പുസ്തകം ഇപ്രകാരം പറയുന്നു, അവൻ ശരീരത്തിൽ ഇടിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം തീരുമാനിക്കുന്നത് അവൻ ശരീരത്തിലിരിക്കുമ്പോഴാണ്. നിങ്ങൾ ഒരിക്കലും മരിച്ചു കഴിഞ്ഞ് ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ടോ മരിച്ചു കഴിഞ്ഞ് ചെയ്യുന്ന ഒരു വിധത്തിലുള്ള പ്രാർത്ഥനകൾ കൊണ്ടോ നിങ്ങളുടെ ആത്മാവ് നിത്യതയിൽ കയറുകയില്ല. നിങ്ങളുടെ ആത്മാവ് നിത്യതയിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ മൂലമാണ് നിങ്ങളുടെ ആത്മാവ് നിത്യതയിൽ പ്രവേശിക്കുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നത്. അവൻ നമ്മൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നല്ലത് ചെയ്താൽ നല്ല നിങ്ങൾ ലഭിക്കുന്നൊക്കെ നമ്മുടെ തീരും. നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കുന്നൊക്കെ നമ്മുടെ തീരും. നമുക്ക് ഈ ലോക കാലഘട്ടത്തിൽ ലോകത്ത് നാം ഓരോരുത്തരും ആയിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് രക്ഷ എന്ന് പറയുന്നത്. മനുഷ്യൻ രക്ഷയ്ക്ക് വേണ്ടി പല വിധത്തിലുള്ള ആചാര കർമാനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനൊന്നും ഒരു പൂർണ്ണമായ രക്ഷ ലഭിക്കാത്തൊരു കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും ആയിരിക്കുകയാണ്. നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഒരുപക്ഷെ ഒരു ഡോക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ താങ്കൾ ഒരു എഞ്ചിനീയർ ആയിരിക്കാം, അല്ലെങ്കിൽ താങ്കൾ ഒരു നേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വിവിധ കോഴ്സുകൾ പഠിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ താങ്കൾ ഒരു സാധാരണ കൂലിപ്പണിക്കാരനായിരിക്കാം. ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്, നിങ്ങളുടെ സ്ഥാനവും മാനവും നോക്കി ലോകം നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ നേടിയ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ നേടിയ ബന്ധങ്ങളും സ്വന്തങ്ങളെല്ലാം നിങ്ങളുടെ മരണം കൊണ്ട് അസ്തമിച്ചു പോകുമ്പോൾ എന്നാൽ നിലനിൽക്കുന്ന ഒരു നിത്യസ്നേഹത്തെ അത്രേ ഞങ്ങൾ നിങ്ങളോട് ഘോഷിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതൊരിക്കലും ഒരു സ്നേഹമോ സ്ഥാനമാനങ്ങളോ നോക്കി സ്നേഹിച്ച ഒരുവനല്ല. നിങ്ങൾ ധനികനാണോ, നിങ്ങളുടെ ഭവനത്തിൽ സ്വത്തുകളുണ്ടോ, നിങ്ങളുടെ ഭവനത്തിൽ ബന്ധങ്ങളുണ്ടോ എന്ന് നോക്കി സ്നേഹിച്ചവനല്ല. നിങ്ങൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളെ സ്നേഹിച്ച ഒരുവനെ ഞങ്ങൾ സുവിശേഷിക്കുവാനായിട്ട് ഞങ്ങൾ ഘോഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവന്റെ പേരെത്രേ? കർത്താവായ യേശു ക്രിസ്തു. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗങ്ങളെ വിടുന്ന് ഈ പാപമാകുന്ന മാനവകുലത്തിനിടയിലേക്ക് ഇറങ്ങി വന്ന് നമ്മൾ ഓരോരുത്തരും പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് കാൽവരി ക്രൂശിൽ 3 ആണികളെ തൂങ്ങപ്പെട്ട ഒരുവൻ. അവന്റെ പേരെത്രേ? കർത്താവായ യേശു ക്രിസ്തു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രണയം, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പറഞ്ഞേക്കാം ഷാജഹാനും മുംതാസും തമ്മിലുള്ളതാണെന്ന്, അല്ലെങ്കിൽ മറ്റു പല വ്യക്തികളുടെ പേര് പറഞ്ഞേക്കാം. എന്നാൽ ഞങ്ങൾ പറയുന്നു ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രണയം എന്ന് പറയുന്നത് ഞങ്ങൾ സുവിശേഷിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ്. അതായത് തന്റെ പ്രിയതമ തന്നെ തകർക്കാൻ, തന്നെ കൊല്ലുവാൻ നോക്കുകയാണ് തിരിച്ചറിഞ്ഞിട്ടും അവിടെയും തന്റെ അവസാനത്തുള്ള രക്തവും തന്നെ സ്നേഹിച്ച ഇവർ ചെയ്യുന്ന എന്തെന്നറിയാകിയാൽ ഇവനോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ഒരു സ്നേഹമുണ്ട്. അതത്ര ഞങ്ങൾ സുവിശേഷിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം. ഈ ലോകത്തിന്റെ സമാധാനം മുറിവേൽപ്പിക്കുന്നതാണെങ്കിൽ, ഈ ലോകത്തിന്റെ സന്തോഷം ദുഃഖിപ്പിക്കുന്നതാണെങ്കിൽ ഞങ്ങൾ സുവിശേഷിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന സ്നേഹമാണ്, നിങ്ങളുടെ സമാധാനം
സമാധാനിപ്പിക്കുന്ന സ്നേഹമാണ്. ഒരിക്കലും ഞങ്ങൾ പറയുന്നില്ല നിങ്ങൾ ക്രിസ്തുവിനെ നിങ്ങൾക്ക് എന്നും സന്തോഷമായിട്ട് ഞങ്ങൾ പറയുന്നില്ല. കഷ്ടതയും വേദനയും എല്ലാം ഉണ്ടാകും. നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്ന അതേ അവസ്ഥകളിൽ കൂടിയാണ് ഞങ്ങളും പലപ്പോഴും കടന്നു പോകുന്നത്. എന്നാൽ അവിടെ ഒന്നും പതറിപ്പോകാതെ നിൽക്കാൻ പറ്റുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും ഞങ്ങളെ സ്നേഹിച്ചവന്റെ സ്നേഹം, ആ കരുതൽ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞത് കൊണ്ടാണ്. ആ നിത്യ സന്തോഷത്തിലേക്ക്, ആ മഹാസന്തോഷത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എഴുത്തച്ഛൻ ഇപ്രകാരം പറഞ്ഞു, ചക്ഷുശ്രവണ ഗളസ്തമാം ദർദിരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹീന പരിതസ്ഥമാം ലേവോ മാലോല തേജസ്ത ഭോഗങ്ങൾ തേടുന്നു. എന്താണ് അർത്ഥമാക്കുന്നത്? സമാധാനം നഷ്ടപ്പെട്ട ഈ ലോകത്തില് മനുഷ്യൻ ഒരു പാമ്പിന്റെ വായിലകപ്പെട്ട ഒരു ദരിദ്രത്തിന് തുല്യമായി, ഒരു തവളയ്ക്ക് തുല്യമായി മാറിയിരിക്കുകയാണ്. എന്താണ് അതുകൊണ്ടുള്ള പ്രശ്നമെന്ന് ചോദിച്ചാൽ തവളയുടെ യാത്ര അപകടത്തിലേക്കാണ്. എന്നാൽ ആ യാത്ര അപകടത്തിലേക്കാണ് തിരിച്ചറിയാതെ പിന്നെ ചുവടുകൾ മുൻപോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പ്രിയ സുഹൃത്ത്, പ്രിയ മാതാവ്, പ്രിയ പിതാവ്, പ്രിയ സഹോദര, പ്രിയ സഹോദരി, എനിക്ക് നിങ്ങളോട് പറയാനൊരു കാര്യമുണ്ട്. നിങ്ങളുടെ യാത്ര അപകടത്തിലേക്കാണ്. നിങ്ങൾക്ക് രക്ഷ അനിവാര്യമാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് രക്ഷ അനിവാര്യമാണ്. ഈ ലോകത്തിലെ ഓരോ സംഭവങ്ങളും ഈ ലോകം അവസാനിക്കാൻ പോവുകയാണെന്ന് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു പ്രകാരം പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും വരും. അനേക ഉലക മഹാന്മാർ ഈ ലോകത്തിലുണ്ടായിരുന്നു. അനേക ലോകത്തെ കിടുകിട വിറപ്പിച്ച അനേകർ ഈ ലോകത്തിലുണ്ടായിരുന്നു. അവരെല്ലാം മരിച്ചുപോയി, അവരെല്ലാം കല്ലറകൾ അടക്കപ്പെട്ടു. എന്നാൽ ഒരുവൻ പോലും ഈ കല്ലറകളെ വിച്ഛേദിച്ചുകൊണ്ട് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് ഞങ്ങൾ പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെയും കല്ലറയ്ക്കകത്ത് അടച്ചുവെങ്കിലും ആ കല്ലറകളെ പൊളിച്ച് മൂന്നാം നാൾ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുക മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു പോയതുപോലെ വീണ്ടും വരും. ആ വരവിൽ നിങ്ങളെ കാണണമെന്ന് ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുകയാണ്. ആ നിത്യസ്നേഹത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. എവിടെ നിന്ന് രക്ഷ ലഭിക്കുമെന്ന് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ പറയും, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ഈ ആകാശത്തിന്റെ കീഴിൽ ഈ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് ഞങ്ങൾ സുവിശേഷിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഏതെല്ലാം മലകൾ ചവിട്ടിക്കറിയാലും, നിങ്ങൾ ഏതെല്ലാം കർമാനുഷ്ഠാനങ്ങൾ ചെയ്താലും, നിങ്ങൾ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാൽ രക്ഷ പൂർണ്ണമായി ലഭിക്കുകയില്ല. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് ഞങ്ങൾ സുവിശേഷിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അതുപോലെ മറ്റൊരു കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എന്തെല്ലാം കർമാനുഷ്ഠാനങ്ങൾ ചെയ്താൽ പൂർണ്ണമായ രക്ഷ ലഭിക്കുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നൊക്കെ നമ്മുടെ ആയിത്തീരും. ഈ ലോകം സ്നേഹിക്കുന്നത് എന്തെങ്കിലും തിരിച്ചു പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഒരു കണ്ടീഷൻ വെച്ച് ഈ ലോകം നിങ്ങളെ സ്നേഹിക്കുമ്പോൾ ദൈവം നിങ്ങളെ സ്നേഹിച്ചത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളെ ആഴമായി സ്നേഹിച്ച ഒരേ ഒരു സ്നേഹമേ ഉള്ളൂ. നിങ്ങളുടെ മാതാവിനോ നിങ്ങളുടെ പിതാവിനോ നിങ്ങളുടെ ഭവനത്തിലുള്ള ആർക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. എന്നാൽ ഞങ്ങൾ സുവിശേഷിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം ഒരു നിത്യമായ സ്നേഹമാണ്, ഒരു അഗാധമായ സ്നേഹമാണ്. ആ സ്നേഹത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ഉപയോഗം കാരണം ഈ ലോകത്തിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാനാവിധ വാർത്തകളാൽ, നാനാവിധ വേദനകളാൽ, നാനാവിധ അപകടങ്ങളാൽ ഈ ലോകത്ത് അനേക ജനങ്ങൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അനേകം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിനെല്ലാം കാരണം? മനുഷ്യർക്ക് രക്ഷയില്ല. മനുഷ്യരുടെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് സന്തോഷം വേണമെങ്കിൽ നിങ്ങൾക്ക് രക്ഷ അനിവാര്യമാണ്. ആ രക്ഷയ്ക്കായിട്ട് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവല്ലാതെ മറ്റൊരു വല്ലതും നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷ ലഭിക്കുകയില്ല. കാലം തികഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പേ. നിങ്ങളുടെ ഉള്ളിൽ തിങ്ങി നിറയുന്ന ചില ചോദ്യങ്ങളുണ്ടല്ലോ. ആരെന്നെ സഹായിക്കും, എന്റെ വേദനയെ ആരും തിരിച്ചറിയുമെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരമാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളുടെ വേദനകൾ അറിയുന്ന ഞങ്ങൾ വിശ്വസിക്കുന്ന സത്യപര പുസ്തകത്തിൽ പ്രകാരം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ വിടുവിക്കുന്നു. ഹൃദയം നുറുങ്ങത്തോടെ നിങ്ങൾ കരയുന്ന വിഷയത്തിനുമേൽ നിങ്ങളെ കാണുന്ന ഒരു സ്നേഹമുണ്ട്. അതത്രയും ഞങ്ങൾ സുവിശേഷിക്കുന്ന ഏക സത്യദൈവമായ കർത്താവായ യേശു ക്രിസ്തു ആ നിത്യസ്നേഹത്തിലേക്ക് ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. എങ്ങനെ നിങ്ങൾക്ക് ഈ സ്നേഹത്തിലേക്ക് കടക്കുവാൻ പറ്റും? നിങ്ങൾ ഒരു വിധത്തിലുള്ള പണങ്ങൾ മുടക്കണ്ട, നിങ്ങൾ ഒരു വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ട. ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾ നിൽക്കുന്ന ഇടത്ത് നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് നിന്ന്, നിങ്ങൾ കിടക്കുന്ന ഇടത്ത് നിന്ന് ഒറ്റ കാര്യം പറയുക, യേശുവേ ഞാനൊരു പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ. അങ്ങ് എന്റെ പാപത്തിനായിട്ടാണ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് ഏറ്റുപറയുകയാണെങ്കിൽ, നാവുകൊണ്ട് ഏറ്റുപറയുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹമുണ്ട്. നിങ്ങളുടെ സകല പാപങ്ങളും മോചിച്ചു തരുവാൻ ഒരു നിത്യമായ സ്നേഹമുണ്ട്. അത് ഞങ്ങൾ സുവിശേഷിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ നിത്യസ്നേഹത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ എന്തിനാണ് ശബ്ദം ഉയർത്തുന്നത്? നിങ്ങൾക്ക് ഭ്രാന്താണോ എന്ന് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ പറയും, ഒരു അഗാധമായ സ്നേഹമാണ് ഞങ്ങളെ ഇങ്ങനെ പറയുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. കാരണം നിർബന്ധം ഞങ്ങളുടെ മേൽ കിടക്കുകയാണ്. ഒരു സന്തോഷ വാർത്ത നമ്മൾ അറിയുമ്പോൾ നമ്മുടെ സഹോദരങ്ങളുമായിട്ട്, നമ്മുടെ സുഹൃത്തുക്കളുമായി നമ്മൾ ഷെയർ ചെയ്യും. അതുപോലെ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു നിത്യ സന്തോഷമുണ്ട്. അത് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് അതിയായി ആഗ്രഹിക്കുകയാണ്. ആ നിത്യ സന്തോഷത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. അതിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു.
ഇതൊരിക്കലും ഒരു മതപരിവർത്തനമല്ല, ഇതൊരിക്കലും മതത്തിനെ ഉയർത്തുകയല്ല. നമ്മൾ മതത്തിന്റെ വക്താക്കളല്ല, നമ്മൾ ഉയർത്തുന്നത് ഏക സത്യദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ഒരു മതത്തെ സ്ഥാപിക്കുവാനല്ല, ഒരു കൂട്ടം ജനങ്ങളെ നേടുവാനല്ല, ഒരു വിളക്കപ്പെരുപ്പൻ ഉണ്ടാക്കാൻ വേണ്ടിയല്ല. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് പാപികളെ തേടിയാണ്. ഞാനും നീയും ഉൾപ്പെടുന്ന ഒരു പാപത്തിന്റെ സമൂഹമുണ്ട്, അതിനെ തേടിയാണ് ഈ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. വന്നിട്ട് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ഈ പാപങ്ങളെ എങ്ങനെ നേടിയെന്ന് ചോദിച്ചാൽ, തന്റെ അവസാനത്തുള്ള രക്തവും നമുക്ക് വേണ്ടി ഊറ്റി തന്ന് നമ്മളെ സ്നേഹിച്ച ഒരു നിത്യസ്നേഹമുണ്ട്. ആ യേശുവിന്റെ രക്തത്താൽ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടും. യേശുവിന്റെ രക്തത്താൽ നിങ്ങളുടെ സകല പാപങ്ങളും മോചിക്കപ്പെട്ടിരിക്കുകയാണ്. ഒറ്റ കാര്യം ചെയ്യുക, നിങ്ങൾ തന്നെ സമർപ്പിക്കുക. ദൈവമേ, ഞാനൊരു പാപിയാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സകല പാപത്തിന്റെ കുറ്റങ്ങളെ മോചിച്ചു തരുവാൻ യേശു ശക്തനാണ്. അകത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. എന്നൊരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്, മറ്റൊരു തന്നെ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമമാണ്. അനിത്യ സ്നേഹത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഒരു നിമിഷം ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്.